കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാൻ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ധനസഹായം, അതായത് ജീർണോദ്ധാരണത്തിനായിട്ടുള്ള ചെറുവിധ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായത്തിനുള്ള അറിയിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് 2024-25 സാമ്പത്തിക വർഷത്തിൽ ക്ഷേത്ര ജീർണോദ്ധാരണത്തിനുള്ള ധനസഹായത്തിനിടെ അപേക്ഷിച്ച ക്ഷേത്രം അർഹത നേടിയിട്ടുള്ള വിവരം അറിയിക്കുന്നു. 30/3/2025 കാലത്ത് 8 മണി മുതൽ 10 മണി വരെ കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അങ്കണത്തിൽ വെച്ചാണ് ഈ പ്രാവശ്യം ധനസഹായം വിതരണം ചെയ്യുന്നത്. തെക്കൻ മേഖലയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ധനസഹായ വിതരണ പരിശോധന നടത്തുന്നതും ഉദ്ഘാടനത്തിന് ശേഷം ചെക്ക് വിതരണം നടത്തുന്നതുമാണ്. ചെക്ക് കൈപ്പറ്റുന്നതിന് താഴെ പറയുന്ന രേഖകൾ സഹിതം കൃത്യസമയത്ത് പ്രസ്തുത സ്ഥലത്ത് ഹാജരാകുവാൻ താൽപ്പര്യപ്പെടുന്നു. ധനസഹായം അനുവദിച്ചതായുള്ള ഈ അറിയിപ്പ് ക്ഷേത്രത്തിലെ ലെറ്റർ ഹെഡിൽ നിലവിലുള്ളതും മുൻ വർഷത്തേതുമായ മുഴുവൻ ഭാരവാഹികളുടെയും പേരും ഔദ്യോഗിക പദവിയും രേഖപ്പെടുത്തിയ പട്ടിക, ചെക്ക് കൈപ്പറ്റുന്നയാളിൻ്റെ തിരിച്ചറിയൽ രേഖയുടെ അസലും നേർപ്പകർപ്പും, പിന്നെ ധനസഹായ അപേക്ഷയിൽ സാക്ഷ്യപത്രത്തിൽ മാതൃക സമർപ്പിക്കാത്ത ക്ഷേത്രം ഭാരവാഹികൾ താഴെ ചേർത്ത മാതൃകയിൽ പ്രസ്തുത സ്ഥലത്തെ വാർഡ് മെമ്പറുടെ ലെറ്റർ ഹെഡിൽ അവരുടെ ഒപ്പും ബന്ധപ്പെട്ട സീലുകളും സഹിതം അസൽ സാക്ഷ്യപത്ര ധനസഹായം കൈപ്പറ്റാൻ വരുന്ന വേളയിൽ നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. താഴെ ചേർത്ത മാതൃകയിൽ ക്ഷേത്രത്തിന്റെ ലെറ്റർ ഹെഡിൽ ₹1 റവന്യൂ സ്റ്റാമ്പ് പതിച്ച് ഔദ്യോഗിക ഭാരവാഹി ധനസഹായ അപേക്ഷകൻ ഒപ്പുവെച്ച രശീതി കൊണ്ടുവരേണ്ടതാണ്. ധനസഹായം കൈപ്പറ്റുന്നതിന് അറിയിപ്പ് ലഭിച്ച വ്യക്തിയല്ല വരുന്നതെങ്കിൽ കൈപ്പറ്റുന്നയാളുടെ ഒപ്പ് സാക്ഷ്യപ്പെടുത്തിയ കത്ത് ഔദ്യോഗിക ഭാരവാഹി, അപേക്ഷകൻ, കൈപ്പറ്റുന്ന വ്യക്തി എന്നിവ ഒപ്പിട്ട് അതോറിസേഷൻ ലെറ്റർ കൊണ്ടുവരേണ്ടതാണ്. ധനസഹായത്തിന് അർഹരായ ക്ഷേത്രങ്ങൾ ₹1500 അടച്ച് ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണമായ ഭക്തപ്രിയ മാസികയുടെ സബ്സ്ക്രിപ്ഷൻ നിർബന്ധമായും എടുക്കേണ്ടതും, എടുത്തവരാണെങ്കിൽ രശീതി ഹാജരാക്കിയാൽ മാത്രമേ ചെക്ക് നൽകുകയുള്ളൂ. രശീതി ഹാജരാക്കേണ്ടതാണ്. ധനസഹായം കൈപ്പറ്റാൻ വരുന്ന വ്യക്തി ക്ഷേത്രത്തിന്റെ സീൽ നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ്. മുൻ വർഷത്തിൽ ക്ഷേത്ര ധനസഹായം അനുവദിച്ചതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും അനുവദിച്ച ക്ഷേത്രത്തിന്റെ എന്ത് ജീർണോദ്ധാരണ പ്രവർത്തിക്കാണ് ചെയ്തത് എന്ന് നോട്ടറി സാക്ഷ്യപ്പെടുത്തി നാളിതുവരെയും ഹാജരാക്കാത്തവർ അന്നേ ദിവസം നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത രേഖകൾ തത്സമയം ഹാജരാക്കാത്തവർക്ക് ചെക്ക് അനുവദിക്കാൻ സാധിക്കില്ല എന്ന വിവരവും അറിയിക്കുന്നു. ചെക്ക് കൈപ്പറ്റി 3 മാസത്തിനുള്ളിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ക്ഷേത്രം ലെറ്റർ ഹെഡിൽ തയ്യാറാക്കി നോട്ടറി സാക്ഷ്യപ്പെടുത്തി ഗുരുവായൂർ ദേവസ്വത്തിൽ ഹാജരാക്കേണ്ടതും, നാളിതുവരെ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും താങ്കളുടെ ക്ഷേത്രത്തിന് ധനസഹായമായി ലഭിച്ച തുക സംബന്ധിച്ച വിവരങ്ങൾ ഭക്തജനങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ ഒരു ബോർഡിൽ രേഖപ്പെടുത്തി ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കേണ്ടതുമാണ്. ആയതിൻ്റെ ഫോട്ടോ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിനോടൊപ്പം ഹാജരാക്കേണ്ടത്. വിശ്വാസപൂർവം, അഡ്മിനിസ്ട്രേറ്റർ. അതിൻ്റെ ഒരു പകർപ്പ് ഇങ്ങനെയാണ്: സാക്ഷ്യപത്രം, ഇന്ന ജില്ലയിൽ, ഇന്ന താലൂക്കിൽ, ഇന്ന വില്ലേജിൽ, ഇന്ന പഞ്ചായത്തിൽ, നഗരസഭയിൽ, ഇത്രാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ പേര്. ഈ ക്ഷേത്രം ഒരു പൊതുക്ഷേത്രമാണെന്നും നിത്യപൂജ ഉള്ളതാണെന്നും പൊതുജനങ്ങളുടെ പങ്കാളിത്തമുള്ള ജനകീയ കമ്മിറ്റി ട്രസ്റ്റ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ക്ഷേത്രം ഒരു കുടുംബ ക്ഷേത്രമല്ല എന്നും മറ്റു ദേവസ്വം ബോർഡുകളിലെ കീഴിലല്ല എന്നും ക്ഷേത്രം ധനസഹായം ലഭിക്കുവാൻ അർഹതപ്പെട്ടതാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഓഫീസ് സീൽ വയ്ക്കുക. ഒപ്പ്, പേരുള്ള സീൽ സഹിതം. രശീതി ക്ഷേത്രത്തിൻ്റെ ലെറ്റർ ഹെഡിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും ഇന്ന ജില്ലയിലെ ഇന്ന ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണത്തിനായി അനുവദിച്ച ഇത്ര രൂപയുടെ
നമ്പർ, തീയതി, ചെക്ക് കൈപ്പറ്റിയിരിക്കുന്നു, ഓഫീസ് സീല്, സ്റ്റാമ്പ്, ഒപ്പ്, തീയതി, പേര്, തസ്തിക, വിലാസം എന്നിവ സഹിതം ഉള്ള അപേക്ഷ ആണ് തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ പാസ്സായ വിവരം തെക്കൻ മേഖലയ്ക്കാണ്. ഇനി അടുത്ത തവണ വടക്കൻ മേഖലയ്ക്ക് വരും. അപ്പോഴാണ് ബാക്കിയുള്ള ജില്ലകളിലെ ആളുകൾക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ആ ഭാഗത്തുള്ള ആളുകളിലേക്ക് ഇത് പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ലഭിക്കുവാനും അവിടുത്തെ ജീർണോദ്ധാരണത്തിനായിട്ടുള്ള ക്ഷേത്രങ്ങൾക്കത് അർഹതപ്പെട്ടവരിലേക്ക് എത്താനും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.